CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയൻ ഇഡിക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. SFIO രേഖകൾ ഇന്നലെ ഇഡിക്ക് ലഭിച്ചിരുന്നു. ഈ രേഖകൾ കൂടി മുൻനിർത്തിയായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത്. എബി ജോൺ തോമസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കിരൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, മാസപ്പടി കേസിൽ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഈ SFIO രേഖകൾ കൂടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാകും ചോദിച്ചറിയുക? മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടാം തവണയാണ് വീണയെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രേഖകളൊക്കെ ED പരിശോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് വീണ ED ഓഫീസിലേക്ക് എത്തിയത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ഈ SFIO രേഖകൾ, അതായത് ഈ കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് SFIO ആണ്. മാത്രവുമല്ല ഈ എക്സാലോജിക്ക് CMRL കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ SFIO പിടിച്ചെടുത്ത രേഖകളിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള 134 രേഖകളാണ് കഴിഞ്ഞ ദിവസം SFIO EDക്ക് കൈമാറിയത്. ഇതിന് പിന്നാലെയാണ് ഈ രേഖകൾ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ വീണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴികൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും ഈ ചോദ്യം ചെയ്യൽ നടക്കുക. ഏതായാലും ഇപ്പോൾ വീണയുടെ ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ED ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ശരി, എന്തായാലും CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയൻ EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായിരിക്കുകയാണ്. SFIO രേഖകൾ കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഇവ കൂടി മുൻനിർത്തിയാകും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത്. കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.